ഹായ് ഹലോ ഗൈസ്, പ്രിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് ഗൈസ്. ഞാനും മോളും അനീഷാട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ തക്കാളിച്ചോറ് നമ്മുടെ പേളി ചേച്ചീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഞാനത് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളിച്ചോറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഇന്ന് ഇവിടെ ഉള്ളൂ. അപ്പം നമുക്കിന്ന് സ്പെഷ്യൽ തക്കാളിച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്കതിൻ്റെ വീഡിയോ കാണാം. ഓക്കെ, ഇന്നത്തെ തക്കാളിച്ചോറാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമുക്കിന്ന് എന്തൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതൊരു 4 ഉള്ളി മുറിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ ഗ്രാമ്പൂ, പട്ട, പിന്നെ ഈ അതിൻ്റെ പേര് എനിക്കറിയില്ല, പിന്നെ പെരിഞ്ചീരകം എല്ലാം കൂടിയേ നമ്മൾ ബിരിയാണിയിലിടുന്ന എല്ലാ സാധനങ്ങളും. പിന്നെ വെളുത്തുള്ളി ഒരു 15 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു 4 തക്കാളി ജ്യൂസ് അടിച്ചതാണ്. പിന്നെ ഇതാ ബിരിയാണി ചോറ്, പിന്നെ സോയാബീൻ, പിന്നെ ഗ്രീൻ പീസാണ്. ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ, ചൂടുവെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് കിടക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചിട്ട് ഞാൻ കുക്കറിൽ ചൂടാക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ എണ്ണ ഒഴിക്കാം. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ നെയ്യ് വേണ്ടത് അത്ര ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ 5 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഗ്രാമ്പൂ, പട്ട അതൊക്കെ ഇടുന്നു കേട്ടോ. ഇതെല്ലാം ഇതിലേക്ക് ഇടാം. ഇതൊന്ന് നല്ലവണ്ണം ഇടാവട്ടെ. ചൂടായേ. അടുത്ത നമ്മൾ ഉള്ളി ഇടാൻ പോവാണേ. ഇതൊരു 4 ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഇതായിട്ട്. ഇനി അടുത്ത നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളി ജ്യൂസ് തക്കാളി പതച്ച് വന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി പൊടികൾ ചേർക്കാം. പൊടികൾ മല്ലിപ്പൊടിയും പറങ്കിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി 1 ടീസ്പൂണും പറങ്കിപ്പൊടി നിങ്ങൾക്ക് എരിവിന് എത്രയാണോ അത്രയും. ഞാനൊരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ടിടാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇതൊന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഇത് അരിയൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ട വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ഇതിന് വെള്ളം എടുക്കേണ്ടത് പിന്നെ 4 ഗ്ലാസ് വെള്ളം ഇതിനെടുക്കണം. അപ്പോൾ ഞാനത് ചൂടാകാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. സോയാബീനും പിന്നെ ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാവേ. ഇത് നന്നായിട്ട് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത്
ഇങ്ങോട്ടൊന്ന് കാണിച്ചിട്ട് ക്യാമറമാൻ ഒന്ന് ഒപ്പിയെടുക്കും. അപ്പൊ വെള്ളം ചൂടാവുന്നുണ്ട്, പറിച്ച് വരുന്നുണ്ട് കേട്ടോ. വെള്ളം കുറച്ചും കൂടെ പതക്കണം. വെള്ളം പറിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, അപ്പൊ അതാ വെള്ളം പതിച്ചു കേട്ടോ. നമുക്ക് ഇനി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇത് 4 ഗ്ലാസ് വെള്ളം കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇത് കുറച്ച് ചെറുനാരങ്ങ നീര് ഒന്നാക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ചോറൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചാക്കിയാൽ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നന്നായിട്ട് പറിച്ചു കേട്ടോ. അപ്പൊ നമുക്കിനി നമുക്ക് ഇത് അടച്ചിട്ട് 2 വിസിൽ ചെയ്തിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി ഇത് 2 വിസിലായിട്ട് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്ക് ഇത് വിസിലായിട്ട് തുറന്നിട്ട് നോക്കാം. ഓക്കെ, വിസിൽ വന്നു കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ തക്കാളിച്ചോറ് റെഡിയായി. ഞാൻ 3 മുട്ടയൊക്കെ പൊങ്ങി വെച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് സാലഡ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.